നമ്മളിന്ന് വന്നിട്ടുള്ളത് യൂട്യൂബിൽ ആദ്യമായിട്ട് കോൺ ചിക്കി വറുത്ത ഒരു റെസിപ്പിയുമായിട്ടാണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വന്നപ്പോൾ ഞാൻ ഒരു കപ്പ് അവല് അതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി, ഒത്തിരി അങ്ങ് ഡ്രൈ ആയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അവല് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ആ പാനിൽ തന്നെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലോട്ട് നമുക്ക് ആവശ്യമുള്ള നട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് അതനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നട്ട്സ് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് റോസ്റ്റ് ആയതിനു ശേഷം നമുക്ക് അതിലോട്ട് ഒരു കപ്പ് കോണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം വേവിച്ച കോണാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. കോൺ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുക്കാം. എന്നതിന് ശേഷം ഒരു അരക്കപ്പ് തേങ്ങയാണ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തത്. അതും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വീഡിയോയിൽ കാണും പോലെ ഇതുപോലെ ഒന്ന് ഒതുക്കി കൊടുത്തതിന് ശേഷം 1/4 കപ്പ് ശർക്കര പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. മധുരമല്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ കരിപ്പട്ടി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ശർക്കര ചെറുതായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് 1/4 കപ്പ് വെള്ളമാണ് ആവശ്യമുള്ളത്. അതിൻ്റെ പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. 1/4 കപ്പ് വെള്ളം ഒരുമിച്ച് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവല് ചേർത്ത് കൊടുക്കുമ്പോൾ അതങ്ങ് കുതിർന്നു പോകും. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അവല് നല്ല മുരുമുരുപ്പോടെ നമുക്ക് കഴിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് പേരിട്ടത് ഞാൻ തന്നെയാണ്, കോൺ ചിക്കിയതെന്ന്. നിങ്ങൾക്ക് വേറെ വല്ല പേരും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ കോണെല്ലാം വാങ്ങുമ്പം അവലും കോണും എല്ലാം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ല എന്നറിയാം, കാര്യം ആദ്യമായിട്ട് ഞാനാണ് ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഇതുപോലെ നിങ്ങൾ വാങ്ങുമ്പം ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ വീഡിയോ കാണുമ്പോൾ ഇതുപോലെ ഒന്ന് ഒതുക്കിയതിന് ശേഷം 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം ഒരു പഴം ഇതുപോലൊന്ന് ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ച് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സെപ്പറേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് 1-2 പ്രാവശ്യം മാറ്റി മാറ്റി എടുക്കേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചും തിരിച്ചും ഇട്ട് റോസ്റ്റ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കോൺ തട്ടിക്കൂട്ട് റെഡിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടനും കൂടെ ആയ നല്ല അടിപൊളിയായിരിക്കും. അപ്പോൾ അവലും കോണും എല്ലാം സെപ്പറേറ്റ് കൊടുത്താൽ കഴിക്കാത്ത കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഈ രീതിയിൽ റെഡിയാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. നല്ലൊരു ടേസ്റ്റാണ്. ഇതുവരെ കഴിക്കാത്തൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ടേസ്റ്റ് മാത്രമല്ല കാണാനും നല്ല മൊഞ്ചാണ്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.